ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ റെജീമിൽ ഏതൊക്കെ ഡിഡക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പഴയ സ്കീമിൽ നോക്കുകയാണെങ്കിൽ 2,50,000 വരെ ബേസിക് എക്സംഷനും പിന്നെ 5 ലക്ഷം വരെ നമുക്ക് റിബേറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് കുറേ ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നു. ATCയിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ്, നമ്മുടെ ഹൗസ് ലോണിൻ്റെ ഒക്കെ പ്രിൻസിപ്പൽ പോർഷനിലേക്കുള്ള കോൺട്രിബ്യൂഷന്, അതേപോലെ തന്നെ നമ്മുടെ ട്യൂഷൻ ഫീസ്, അതേപോലെ തന്നെ നമ്മുടെ NPSലേക്കുള്ള കോൺട്രിബ്യൂഷന്, അങ്ങനെ ഒരുപാട് ഡിഡക്ഷൻസ് നമുക്ക് ATCയിൽ 1,50,000 വരെ ക്ലെയിം ചെയ്യായിരുന്നു. പുതിയ സ്കീമിൽ അതൊന്നും പറ്റില്ല കേട്ടോ. 80D എന്ന് പറയുമ്പോൾ നമുക്ക് മെഡിക്കൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി നമ്മളെടുത്ത ഇൻഷുറൻസ് പോളിസി ഉണ്ടല്ലോ, മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി, അത് നമുക്ക് സെൽഫായിട്ടൊരു 25,000ഉം നമ്മുടെ പേരൻസിന് വേണ്ടി അവർ സീനിയർ സിറ്റിസണും അല്ലെങ്കിൽ 25,000ഉം നമുക്ക് ക്ലെയിം ചെയ്യായിരുന്നു. അങ്ങനെ 50,000 ക്ലെയിം ചെയ്യായിരുന്നു. പുതിയ റെജീമിൽ അത് പറ്റില്ല. പിന്നെ നമ്മൾ NPSലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, ATCCD 1ലും 2ലും 50,000 രൂപ, അത് നമുക്ക് 2 റെജീമിലും എടുക്കാൻ പറ്റും. ATE എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഇൻട്രസ്റ്റ്, അതും നമുക്ക് പുതിയ റെജീമിൽ പറ്റില്ല. ATG എന്താ, നമ്മുടെ ഡൊണേഷൻസ്, നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റിനൊക്കെ കൊടുക്കുന്ന ഡൊണേഷൻസാണ് ATG. അത് നമ്മുടെ പുതിയ സ്കീമിൽ പറ്റില്ല. ATJJ എന്ന് പറയുന്നത് പുതിയ എംപ്ലോയീനെ ഹയർ ചെയ്യുമ്പോഴത്തേക്കും വരുന്ന അഡീഷണൽ എക്സ്പെൻഡിച്ചറാണ്. അത് 2 സ്കീമിലും പറ്റും. ATTTA നമ്മുടെ സേവിങ്സ് ബാങ്കിലും അതുപോലെ തന്നെ നമ്മുടെ FDയിലൊക്കെ ഇൻട്രസ്റ്റ് കിട്ടുന്നത് നമുക്ക് ഒരു ഡിഡക്ഷൻ ഉണ്ടായിരുന്നു 10,000 വരെ. അതും പുതിയ സ്കീമിൽ അവൈലബിൾ അല്ല. പിന്നെ 2ലും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ട് അലവൻസ്, ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ 2ലും പറ്റും. ട്രാവൽ അലവൻസ് ഒരു എംപ്ലോയിയുടെ ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയി ആണെങ്കിൽ 2ലും പറ്റും. സെക്ഷൻ 32ൻ്റെ ഡിഡക്ഷൻസ് എല്ലാം പറ്റും. ഗ്രാറ്റുവിറ്റി പറ്റും. അതുപോലെ തന്നെ 5,000 വരെ ഗിഫ്റ്റ് കൊടുക്കുന്നത് പറ്റും. വോളണ്ടറി റിട്ടയർമെൻറ്റ് കോൺട്രിബ്യൂഷനിൽ 2ലും പറ്റും. അതുപോലെ കൺവെയൻസ് അലവൻസ് പറ്റും. എംപ്ലോയറിൻ്റെ EPSലേക്കുള്ള കോൺട്രിബ്യൂഷൻ 2ലും പറ്റും. പണ്ട് ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമുക്ക് ബാക്കി എല്ലാ ഹെഡ്സുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യായിരുന്നു. പുതിയ സ്കീമിൽ പറ്റില്ല. പിന്നെ നമുക്ക് വരുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, സാലറിയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 2ലും പറ്റും. പിന്നെ നമ്മുടെ പ്രൊഫഷണൽ ടാക്സിൻ്റെ ഒരു ഡിഡക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ അത് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. 5,000 രൂപയേ ഉള്ളൂ, എന്നാലും അത് എടുക്കാൻ പറ്റുമായിരുന്നു. അത് 2 ന്യൂ റെജീമിൽ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ പെർക്യൂസിറ്റ്സ്, ഇപ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് അലവൻസ്, ട്രാവൽ അലവൻസ്, കൺവെയൻസ് അലവൻസ് ഒഴിച്ചുള്ള എല്ലാ പെർക്യൂസിറ്റ്സും അതേപോലെ തന്നെ അലവൻസസും നമുക്ക് ഡിസേബിൾ ആവും ന്യൂ സ്കീമിൽ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 7,50,000 വരെ ന്യൂ റെജീമിൽ ടാക്സ് ഇല്ല എന്നുണ്ടെങ്കിലും ഈ ഡിഡക്ഷൻസൊക്കെ ഉള്ള ആൾക്കാർക്ക് പഴയ സ്കീം തന്നെയായിരുന്നു നല്ലത്. ഇതെൻ്റെ അഭിപ്രായമാണ്. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല. മെഡിക്കൽ പോളിസീസോ അങ്ങനെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയോ അല്ലെങ്കിൽ ട്യൂഷൻ ഫീസോ LIC ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ന്യൂ റെജീമാണ് നല്ലത്. ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടുന്നത് ഓൾഡ് റെജീമാണ്. പിന്നെ ഈ പറയുന്ന പോലെ 15 ലക്ഷം വരെയാണ് നമുക്ക് ജനറലി ഒരു ഡിഫറൻസ് ഓഫ് ടാക്സസ് വരുന്നത്. അതിന് മുകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 2 സ്കീമിലും സെയിം ടാക്സേഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ്സിനും ബാക്കി വീഡിയോസിനും ഡീറ്റെയിൽസിനും എല്ലാം ആയിട്ട് നാളത്തെ വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. ബൈ.